എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ. ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ. ഞാൻ ദേവിദാസൻ. നിങ്ങൾക്കെല്ലാവർക്കും ദേവീ കൃപ ജ്യോതിഷവും ജീവിത വിജയവും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം രേവതി നക്ഷത്രത്തെക്കാരെക്കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം, ദശാഫലങ്ങൾ, ഭാഗ്യരത്നം, ഉന്നതിയിൽ എത്തുന്ന സമയം എന്നിവയെല്ലാം പറ്റിയാണ്. സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന പ്രത്യേകത. ഇവർക്ക് ബുദ്ധി സാമർഥ്യവും കഴിവും കർമ്മശേഷിയും ഉണ്ടാകും. ധാരാളം സുഹൃത്തുക്കളുള്ള ഇവർക്ക് ആരാധകരും ഉണ്ടാകും. പക്ഷേ ഇടയ്ക്കിടെ അഭിപ്രായം മാറി മാറി വരും. ഒന്നിലും സ്ഥിരമായി നിന്നൊന്നും വരികയില്ല. ഒരു പ്രവർത്തനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ശരീരപുഷ്ടിയും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകും. ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ, പനി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. 8 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് അപകടങ്ങൾ, മുറിവ് ചതവുകൾ ഇവ ഉണ്ടാവാൻ ഇടയുണ്ട്. 15 വയസ്സിന് ശേഷം 35 വയസ്സ് വരെയുള്ള കാലം പൊതുവെ ഗുണകരമാവും. വിദ്യാഗുണം, കുടുംബസുഖം, ബന്ധുഗുണം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും. 35 വയസ്സിനും 41 വയസ്സിനും ഇടയിലുള്ള കാലം അധ്വാന കൂടുതലും അലച്ചിലും സാമ്പത്തിക ക്ലേശങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ്. 41 വയസ്സ് മുതൽ 51 വയസ്സിലുള്ള കാലത്ത് കുടുംബസുഖം, ബന്ധുഗുണം, ധന അഭിവൃദ്ധി, സ്ഥാനലാഭം തുടങ്ങിയവ ഉണ്ടാവും. 51 വയസ്സിന് ശേഷമുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവ്, മനക്ലേശം, സ്വജന ദുരിതം തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. രേവതി നാളിൽ ജനിക്കുന്നവർ എല്ലാവരോടും നന്നായി ഇടപെടുമെങ്കിലും ആരോടും അതിരുകവിഞ്ഞ് അടുക്കുകയില്ല. ആരെയും അധികം വകവെക്കുവാനും തയ്യാറാവുകയില്ല. ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയുമില്ല. സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടിലും താല്പര്യം കാണിക്കുകയില്ല. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഇവർക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കും. സഹനശക്തി കുറയും. തീരുമാനങ്ങൾ എടുക്കുവാൻ താമസിക്കും. സ്നേഹം തോന്നുന്നവരുടെ മുന്നിൽ സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായും തുറന്നു വയ്ക്കും. ശുദ്ധഹൃദയവും അന്യരെ ഉപദ്രവിക്കരുത് എന്ന നിർബന്ധവും ആർഭാടങ്ങളിൽ താല്പര്യക്കുറവും രേവതി നാളുകാരുടെ പ്രത്യേകതകളാണ്. രേവതി നാളുകാർക്ക് സാഹിത്യം, സംഗീതം, ഗണിതശാസ്ത്രം തുടങ്ങിയ കലകളിൽ വാസനയുണ്ടാകും. ശാസ്ത്രീയ വിഷയങ്ങളിലും അഭിരുചിയുണ്ടാകും. സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ ഇവർക്ക് കഴിഞ്ഞെന്നും വരികയില്ല. ആരംഭശൂരത്വം ഇവരുടെ പ്രത്യേകതയാണ്. സ്ഥിരം സുഹൃത്തുക്കളും ഉണ്ടായി എന്ന് വരികയുമില്ല. എന്തും ആദ്യമേ എടുത്തു ചാടും, പിന്നീട് അതിൽ നിന്ന് പിന്തിരിയും. വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്തുവാനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുവാനും ഇവർ തയ്യാറായിരിക്കും. സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണമായ ഒരു കുടുംബം കെട്ടിപ്പടുത്തുവാൻ ഇവർക്ക് കഴിയും. 27ാമത്തെ നക്ഷത്രമായ രേവതി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ബുധനാണ് ദശാനാഥൻ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൽസ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. നല്ലതുപോലെ സംസാരിക്കുവാനും അവർ സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. ഇവരുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്താൽ ഇവർ അവരോട് നഖശിഖാന്തം അതിനെ നേരിടും. എന്നാൽ ചില വിഷമ പ്രശ്നങ്ങളുണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും. അത്തരം കാര്യങ്ങൾ സഹിക്കുവാനോ വഹിക്കുവാനോ ഉള്ള മനഃശക്തി ഇവർക്ക് കുറവായിരിക്കും. ഹൃദയചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണും. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റൊരാൾ പറഞ്ഞേ ഇവർക്ക് മതി വരികയുള്ളൂ. രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കില്ല. എന്നാൽ വിശ്വാസം നേടിയാൽ അതിനെ അഗാധമായി ഇവരെ വിശ്വസിക്കുകയും ചെയ്യും. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്മാരായിരിക്കും. ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നു. ഇവയിലേതെങ്കിലും കൊണ്ട് ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും മാനിക്കപ്പെടുന്നവരുമായിരിക്കും. രേവതി നാളുകാർ അധികം ആളുകളും കുറഞ്ഞ ഒരു മുൻകോപിയായി കാണപ്പെടുന്നു. ആരെന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരിൽ അധികം ആളുകളും. അത് നിമിത്തമുണ്ടാകുന്ന ദുഷ്ഫലങ്ങൾ ഏതായാലും ഇവർ മാന്യമായി അനുഭവിച്ചു കൊള്ളുകയും ചെയ്യും. സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശത്തിൻ്റെ പേരിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിലും ഇവർ ശുദ്ധ ഹൃദയന്മാരായിരിക്കുകയും ചെയ്യും. ഈശ്വരഭക്തിയിൽ ഇവരെ പോലെ ഉറച്ച നില മറ്റാരെങ്കിലും കാണുമോ എന്ന് തന്നെ സംശയമാണ്. രേവതി നാളുകാരുടെ ഈശ്വരഭക്തി ബാഹ്യമായി പ്രകാശിക്കുന്നില്ല. തികഞ്ഞ ഈശ്വരഭക്തി ഇവരിൽ അടിയുറച്ചതായി കാണപ്പെടുകയും ചെയ്യും.
ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുടരുകയും ചെയ്യുന്നു. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇവർ ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമായി കാണിക്കുകയും ചെയ്യുന്നു. ഈ നാളുകാർ കലാപരമായോ വൈദ്യശാസ്ത്രത്തിലോ ജ്യോതിശാസ്ത്രത്തിലോ ഗണിതശാസ്ത്രത്തിലോ പാണ്ഡിത്യം സമ്പാദിക്കും. ഇവയിലേതെങ്കിലും കൊണ്ട് ഇവർ മാന്യമായ ഒരു ജീവിതമാർഗം സൃഷ്ടിക്കുകയും ചെയ്യും. ഔദ്യോഗിക രംഗങ്ങളിൽ ഇവർക്ക് ശരിയായി വിജയിക്കുവാൻ കഴിയുന്നു. ബിസിനസ് ശുദ്ധഗതിക്കാരും സത്യസന്ധന്മാരുമായ രേവതിക്കാർക്ക് വിജയപ്രദമല്ല. സ്വന്തം ബന്ധുക്കളെ കൊണ്ടുപോലും ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുകയില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ഈ നാളുകാർക്ക് അശേഷം ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല. ഔഷധ സേവനത്തിലും പഥ്യാചരണത്തിലും ഇവർ വിമുഖന്മാരായിരിക്കും. കൂടെയുള്ള പനി, നീരിളക്കം, ദന്തരോഗം ഇവയെല്ലാം ഇവർക്ക് പിടിപെടാവുന്ന രോഗമാണ്. രേവതി നാളിൽ ജനിച്ച സ്ത്രീകൾ സുശീലകളും സുന്ദരികളുമായിരിക്കും. മാന്യത അവകാശപ്പെടുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവർ പ്രത്യേകം ഉളവാക്കുന്നു. അഭിമാനികളായവർ തികഞ്ഞ ധർമ്മബോധമുള്ളവരായിരിക്കും. വ്രതാനുഷ്ഠാനങ്ങളിലും ഈശ്വരഭജനവും കുടുംബക്ഷേമ തൽപരയും ഇവരിൽ കുടികൊള്ളുന്നു. ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്ക് ഉണ്ടായിരിക്കും. ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രാടം ഈ നാളുകാരുമായുള്ള വീഴ്ചയും ബിസിനസ്സുകളും രേവതി നാളുകാർക്ക് നന്നല്ല. ബുധദശയിലാണ് രേവതി നക്ഷത്രക്കാർ ജനിക്കുന്നത്. ഏകദേശം 8 വയസ്സുവരെ ബുധദശ ആയിരിക്കും. പിന്നീട് കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, കുജൻ 7 വർഷം, രാഹു 18 വർഷം. ഇങ്ങനെ പോകുന്നു ദശാകാലങ്ങൾ. ശുക്രൻ, രാഹു, ചന്ദ്രൻ എന്നീ ദശകളിലും അപഹാരങ്ങളിലും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നക്ഷത്രാധിപൻ ബുധൻ ആയതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രാശ്യാധിപൻ വ്യാഴമായതിനാൽ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. ബുധനും രേവതിയും വരുന്ന ദിവസം പ്രത്യേക പൂജാദികൾ നടത്തേണ്ടതാണ്. ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പച്ച, മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങളാണ്. പൂഷാവാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം പൂഷണേ നമഃ എന്നതാണ് നക്ഷത്രമന്ത്രം. ഗണം ദേവഗണം, യോനി സ്ത്രീയോനി, മൃഗം പിടിയാന, ഭൂതം ആകാശം, പക്ഷി മയിൽ, വൃക്ഷം ഇരിപ്പ, മന്ത്രാക്ഷരം യകാരം, ഭാഗ്യസംഖ്യ 5, രത്നം മരതകം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുവാൻ ദയവായി വിശ്വാസികൾ മാത്രം ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ വിശ്വാസികൾക്കായി ഷെയർ ചെയ്ത് നൽകുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.